ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പസ് ഇൻ്റർനാഷണൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോർജിയയിൽ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന, അതും അല്ലെങ്കിൽ ജോർജിയയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ്. യെസ്, യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുറച്ച് കാലം മുമ്പ് വരെ ജോർജിയയിൽ കൂടുതലും കുട്ടികൾ പോയിരുന്നത് മെഡിസിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു 2 years മുതൽ അതൊരു ഹെൽത്ത് കെയർ പ്രോഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മാനേജിങ് പ്രോഗ്രാംസിലേക്ക് കൂടെ ആയിക്കോട്ടെ, കുട്ടികൾ കുറച്ചധികം ഈ കൺട്രിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ മാനേജ്മെൻറ്റും അതേപോലെ ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് കൂടാതെ തന്നെ നിലവിൽ ഒരുപാട് കുട്ടികൾ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിനും കൂടെ ഇപ്പോൾ ജോർജിയയിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അതേപോലെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഇത് മറ്റുള്ള രാജ്യങ്ങളെക്കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തന്നെ കുട്ടികൾക്ക് അതേപോലെ അവരുടെ പാരൻസിന് കീശ കാലിയാവാതെ തന്നെ പഠിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ്. പണ്ട് ജോർജിയയിൽ പോകുന്ന കുട്ടികളുടെയൊക്കെ ഒരു വിസ പ്രോസസ്സിങ് ടൈം ഒരു ഏകദേശം 1 month ഒക്കെ ആയിരുന്നു. പക്ഷേ നിലവിൽ അത് ഓൾമോസ്റ്റ് ഒരു 2 month ഒക്കെ എടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ആപ്ലിക്കേഷൻസ് ജോർജിയയിലേക്ക് കൂടിയതുകൊണ്ടാണ്. നമ്മൾ VFS ഇപ്പോൾ പല കുട്ടികളൊക്കെ ആണെങ്കിൽ VFS പോകുമ്പോൾ അവരെപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഒരു ജോർജിയയുടെ ഒരു വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിലേക്ക് നോക്കുക, വലിയൊരു തിരക്കില്ലാത്ത ഒരു സെൻറ്ററായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 1 year ആയിട്ട് വളരെയധികം ആപ്ലിക്കേഷൻസ് പോകുന്ന, അതേപോലെ നീണ്ട ഒരു ക്യൂ കാണാം. ഇത് ബേസിക്കലി ഒന്നുകൊണ്ടല്ല, ഒത്തിരി ആപ്ലിക്കേഷൻസ് ജോർജിയയിൽ പോകുന്നത് കൊണ്ട് തന്നെയാണ്. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ജോർജിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കേട്ടിട്ടുണ്ടല്ലേ. കൂടുതലും അത് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ MBBS പഠിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ TBC സ്റ്റേറ്റ് അല്ലെങ്കിൽ ബത്തുമി ഷോട്ട, ഇവിടെയൊക്കെ മെഡിസിൻ പ്രോഗ്രാംസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നിലവിൽ ഇപ്പോൾ നമ്മളൊരു ഗൂഗിൾ അനലിറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ സെർച്ച് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. നിലവിൽ 8,000 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ പഠിക്കുന്നത് തന്നെ. പിന്നെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൻ്റെ സെക്ടറിൽ ഏറ്റവും ഫസ്റ്റ് റാങ്കിങ് പൊസിഷനിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഉള്ളത്. നെക്സ്റ്റ് ഒരു ഹൈലൈറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയനെ കുറിച്ച് പറയുമ്പോൾ മെഡിസിൻ പ്രോഗ്രാം അല്ലാതെ തന്നെ, അതായത് MBBS അല്ലാതെ തന്നെ നമുക്കവിടെ നഴ്സിംഗ് പ്രോഗ്രാം ഉണ്ട്. ഇത് നമ്മുടെ നേരത്തെ 1-2 വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നഴ്സിംഗ് അതേപോലെ MBBS കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നഴ്സിംഗ് MBBS കൂടാതെ തന്നെ മാനേജ്മെൻറ്റ് പ്രോഗ്രാംസും ഉണ്ട്, അതേപോലെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. അത് ബാച്ചിലേഴ്സ് ആയിക്കോട്ടെ മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, 2 പ്രോഗ്രാംസും അല്ലെങ്കിൽ 2 ലെവൽ ഓഫ് പ്രോഗ്രാംസ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ അവൈലബിൾ ആണ്. നോർമലി ഈ 2 ലെവൽസ്, ഞാൻ ഉദ്ദേശിച്ചത് UG ലെവൽ ആയിക്കോട്ടെ PG ലെവൽ ആയിക്കോട്ടെ, ഇത് വളരെ കുറച്ച് മാത്രം ജോർജിയയിലുള്ള യൂണിവേഴ്സിറ്റീസിൽ കാണാറുള്ളൂ. കാരണം ഒന്നല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഒരു MBBS അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് സൈഡിലേക്കുള്ള ഒരു പ്രോഗ്രാംസിൽ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. വളരെ കുറച്ച് യൂണിവേഴ്സിറ്റി, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ പോലെ തന്നെ വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് മാത്രമാണ് എല്ലാ ഏരിയസും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇനി ഒരു ഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ വളരെ ഫ്ലെക്സിബിൾ ആണ്. നോർമലി മറ്റുള്ള യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ 1 semester അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ഫീസൊക്കെ പേ ചെയ്യണം അല്ലേ. പക്ഷേ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നമുക്ക് ജസ്റ്റ് അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഫീസും പിന്നെ ട്യൂഷൻ ഫീസിൻ്റെ ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ജസ്റ്റ് ഒരു $1,000 മാത്രം, ഒരു ഏകദേശം ഒരു 1 lakh rupees 1.5 lakh rupees മാത്രമേ നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്കുള്ളൊരു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് വരുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഫിനാൻഷ്യൽ ബർഡൻ കൂടുതൽ വരാതെ അവർക്ക് വിസ വരുന്ന ടൈം ബാക്കി ഒരു ഫിനാൻസും കൂടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം കൂടെയാണ് അവർ കൊടുക്കുക. നോർമലി ഈ ഒരു ഫെസിലിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ അല്ലാതെ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇത് തന്നെ കുട്ടികൾക്ക് ഒരു റിലാക്സേഷൻ പോയിൻ്റ് ആണ്. കാരണം കുട്ടികൾക്ക് അബ്രോഡ് പോകുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ മെയിൻ ഒരു പ്രോബ്ലം ഫിനാൻസ് തന്നെയാണ്. ഇത് അറേഞ്ച് ചെയ്യാനുള്ളതും കൂടി ഒരു ടൈം പീരീഡാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ഒരു ആവറേജ് ഒരു ട്യൂഷൻ ഫീസ് വരുന്നത് 3.5 lakh rupees ആണ് പെർ ഇയർ വരുന്നത്. സെക്കൻഡ് ഇയർ മുതൽ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഓരോ സ്റ്റുഡൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നല്ല അക്കാഡമിക് പെർസെൻറ്റേജ് അതേപോലെ അറ്റൻഡൻ്റ് ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അവർ സെക്കൻഡ് ഇയർ മുതൽ നമുക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് ഇല്ല, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഇയർ മുതൽ നിങ്ങൾക്ക് ഫീസ് പല ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്യാനും ഉള്ളൊരു ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫോറിൻ യൂണിവേഴ്സിറ്റീസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു മെൻറ്ററിങ് സപ്പോർട്ട് എല്ലായിടത്തും വേണ്ടതാണ് അല്ലേ. ഇത് ചില യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവും ഓഫ് കോഴ്സ്, പക്ഷേ ചില യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവില്ല.
ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ കുട്ടികൾ ത്രൂ ഔട്ട് പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് ആ ഒരു മെൻറ്ററിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ഓഫീസ് ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പോൾ വേറൊരു കൺട്രി ചെല്ലുമ്പോഴുള്ള അവർക്ക് ആ ഒരു സപ്പോർട്ട് എന്തൊക്കെയാണോ വേണം അതിന് ഫുൾ ടൈം ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് സപ്പോർട്ടിൽ എപ്പോഴും മെൻറ്റേഴ്സ് അതേപോലെ കൗൺസിലേഴ്സും അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ നമ്മൾ എല്ലാ കുട്ടികളും അല്ലേ, ഇപ്പം നമ്മൾ അക്കാഡമിക്സ് മാത്രമല്ല, നമ്മളൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ഒരു യൂണിവേഴ്സിറ്റി അബ്രോഡിൽ തിരഞ്ഞെടുക്കുമ്പോൾ വേറെ പല കാര്യങ്ങളും നോക്കും. ഫോർ എക്സാമ്പിൾ എന്താണ് അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നും കൂടെ നോക്കും അല്ലേ. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് ക്ലാസ് സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അവരുടെ ജിം ആയിക്കോട്ടെ, അവരുടെ ഹെൽത്ത് ക്ലബ്ബ് ആയിക്കോട്ടെ, സ്പോർട്സ് ക്ലബ്ബ് ആയിക്കോട്ടെ, ലൈബ്രറി ആയിക്കോട്ടെ, ഇത് വളരെ വളരെ വേൾഡ് ക്ലാസ് സിസ്റ്റം ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി കൂടെയാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് ഇൻടേക്സിനെ കുറിച്ചാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ബേസിക്കലി 2 ഇൻടേക്കാണ് ഉള്ളത്. ഒന്ന് ഫെബ്രുവരി ഇൻടേക്കും ഉണ്ട്, പിന്നെ ഒന്ന് ഒക്ടോബർ ഇൻടേക്കും ഉണ്ട്. 2 ഇൻടേക്കിലേക്കും ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. അത് മെഡിസിൻ ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, നിലവിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നഴ്സിംഗ് പ്രോഗ്രാംസും ആയിക്കോട്ടെ, ഈ പ്രോഗ്രാംസ് എല്ലാം 2 ഇൻടേക്കിലേക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതോടൊപ്പം ഒരു ഹൈലൈറ്റും കൂടെ ഉണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പം ജോർജിയയിലെ വിസ ഇത്തിരി ടൈം എടുക്കുന്നുണ്ട്. സോ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ വിസ ആ ഒരു ക്ലാസ് ടൈമിലേക്ക് എത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 1 മന്ത് എക്സ്റ്റൻഷനും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഫെബ്രുവരിയിൽ എത്തേണ്ട കുട്ടികൾ ഒരു മാർച്ച് എൻഡ് വരെ യൂണിവേഴ്സിറ്റി ഡെഡ് ലൈൻ തരുന്നുണ്ട് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒക്ടോബറിൽ എത്തുന്ന കുട്ടികൾ അല്ലെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഒക്ടോബറിൽ അവർക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നവംബർ എൻഡ് വരെ ഡെഡ് ലൈൻ കൊടുക്കുന്നുണ്ട്. സോ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയെ കുറിച്ച് കൂടുതൽ അഡ്മിഷനും വിസ പ്രൊസീജിയറിനെ കുറിച്ച് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന കോമ്പസ് ഇൻ്റർനാഷണൽ ഹോട്ട്ലൈൻ നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാം.